ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ആ എക്സാമിന്റെ പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക അല്ലെ. നമ്മുടെ നോളജ് ലെവൽ മാത്രമല്ല, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാം. വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. എജ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ നോർസെറ്റ് 8 എക്സാം അല്ലെ, നോർസെറ്റ് 8 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. എക്സാം ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. അതായത് ഏപ്രിൽ മാസം 12-ാം തീയതിയാണ്. അതായത് ഏകദേശം ഒരു 1.25 മാസം, 1.5 മാസം ഇല്ല, 1.25 മാസത്തോളം നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ വേണ്ടി കിട്ടും. അപ്പം എന്താണ് നമ്മൾ ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ആ എക്സാമിന്റെ പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക അല്ലെ, സിലബസ് അറിഞ്ഞ് പഠിക്കുക, പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക. പ്രത്യേകിച്ച് എയിംസ് നോർസെറ്റ് എക്സാം വരുമ്പോൾ അതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ മാത്രമല്ല, നമ്മുടെ നോളജ് ലെവൽ മാത്രമല്ല, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാം, എത്രത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് അറിയുന്ന നമ്മുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന നമ്മുടെ നോളജ് നമുക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എയിംസ് നോർസെറ്റ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അതായത് കുറെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കൂടാതെ കുറെ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കുറച്ച് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ആക്ച്വലി അത്ര എളുപ്പമല്ല നമുക്ക് ഈ എയിംസ് നോർസെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എയിംസ് നോർസെറ്റ് 8 എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഡെപ്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കണ്ടന്റ് നമ്മൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സാം പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നു. അതായത് ഒന്ന് നമ്മൾ നോളജ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം സോൾവ് ചെയ്യും, കൂടാതെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും, അതുകൂടാതെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. കാരണം നമ്മുടെ നോർസെറ്റ് 2 സ്റ്റേജ് ആയിട്ടാണെന്നൊക്കെ അറിയാമല്ലോ. CBT ഫേസ് 1 എക്സാം, ഫേസ് 2 എക്സാം. ഫേസ് 1 എക്സാം സ്ക്രീനിങ് ആണ്. അവിടെ നിന്ന് കുറച്ചു പേര്, അതായത് എല്ലാവരെയും ഫേസ് 2ലേക്ക് പരിഗണിക്കത്തില്ല. അപ്പം അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞു എക്സാമിന്റെ ഡേറ്റ് ഏപ്രിൽ 12 അപ്പൊ അതിന്റെ റിസൾട്ട് വരിക ഏപ്രിൽ മാസം അവസാനത്തോടെ ആയിരിക്കും. മെയ് മാസം ആദ്യമായിരിക്കും നമ്മുടെ മെയിൻ എക്സാം വരിക. അപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് പ്രിലിമിനറി എക്സാമിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയെങ്കിലേ നമുക്ക് ആക്ച്വലി ഫേസ് 2 എക്സാം കൂടെ നമുക്ക് എഴുതാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം തന്നെ നമുക്ക് ഇതിനാവശ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ എജ്യൂസ് അക്കാഡമിയിൽ നമ്മൾ അതിനുള്ള എല്ലാ സാഹചര്യവും എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം ആ എക്സാം, അതായത് നോർസെറ്റ് 8 എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? എ പേഷ്യന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പേഷ്യന്റ് ഈസ് ഹാവിംഗ് ഫീവർ ഫോർ പാസ്റ്റ് 5 days. കഴിഞ്ഞ 5 ദിവസമായിട്ട് പേഷ്യന്റിന് ഫീവർ ഉണ്ട്. ആഫ്റ്റർ എക്സാമിനിങ് ദ പേഷ്യന്റ് ദ നഴ്സ് സസ്പെക്ട്സ് ടൈഫോയിഡ് ഫീവർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ടൈഫോയിഡ് ഫീവർ. സോ ടൈഫോയിഡ് ഫീവർ ഇവിടെ സസ്പെക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. വിച്ച് ടെസ്റ്റ് വിൽ ബി പെർഫോം ടു കൺഫേം ദ ഡയഗ്നോസിസ്. അതായത് ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് കീവേഡ്സ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ ഓർത്തോണേ. അതായത് ടൈഫോയിഡ് ഫീവർ ആണ്. എത്ര ദിവസം കൊണ്ട് ഫീവർ ഉണ്ട്? 5 days കൊണ്ട് പേഷ്യന്റ് ഫീവർ ഉണ്ട് അല്ലെ. അപ്പം നേഴ്സ് സസ്പെക്ട് ചെയ്യുന്നത് ടൈഫോയിഡ് ഫീവർ. അപ്പൊ നമ്മൾ ടൈഫോയിഡ് ഫീവറിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അറിഞ്ഞിരിക്കണം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അറിഞ്ഞിരിക്കണം, അതിന്റെ ടൈമിങ്ങും അറിഞ്ഞിരിക്കണം. അതാണ് ആക്ച്വലി ഇവിടെ ടെസ്റ്റ് ചെയ്യുക. Which test will be performed to confirm the diagnosis അല്ലെ. അപ്പം ഇവിടുത്തെ ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ സ്പ്യൂട്ടം ടെസ്റ്റ്, ഓപ്ഷൻ ബി ബ്ലഡ് കൾച്ചർ, ഓപ്ഷൻ സി യൂറിൻ റുട്ടീൻ, ഓപ്ഷൻ ഡി സ്റ്റൂൾ സാമ്പിൾ. അപ്പൊ ഇതിൽ ഏത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 5th day ഫീവർ ഒക്കെ ആകുമ്പോൾ ടൈഫോയിഡ് ഫീവർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? സ്പ്യൂട്ടം ആയിരിക്കും. അതായത് ഈ ടൈഫോയിഡ് ഫീവർ എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ട് ഓഫ് അല്ലെങ്കിൽ ഇതിന്റെ കോസേറ്റീവ് മോഡ് അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഫീക്കോ ഓറൽ റൂട്ട് ആണ് അല്ലെ. അപ്പം സ്പ്യൂട്ടം ടെസ്റ്റ് വരാനുള്ള സാധ്യത ഇല്ല. പിന്നെ ബി എന്താണ്? ബ്ലഡ് കൾച്ചർ, സി യൂറിൻ റുട്ടീൻ, ഡി സ്റ്റൂൾ സാമ്പിൾ. അപ്പൊ ഇതിൽ ഏത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമുക്ക് 5th day ഫീവറിൽ ടൈഫോയിഡ് ഫീവർ ഡയഗ്നോസ് ചെയ്യാനായിട്ട് കഴിയുക? എന്താണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി ബ്ലഡ് കൾച്ചർ ആണ്. നമുക്കത് എങ്ങനെ ഈ ആൻസർ വന്നു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ടൈഫോയിഡ് ഫീവർ എല്ലാവർക്കും അറിയുന്ന പോലെ ഏജന്റ്, കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് സാൽമോണല്ല ടൈഫി ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഇതൊരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 10 to 14 days ആണ്. അത് നമ്മൾ ഓപ്ഷൻ കണ്ടിട്ട് വേണം നമ്മൾ ഈ ഇൻക്യുബേഷൻ പീരീഡ് ആൻസർ ചെയ്യാൻ. ഇപ്പം ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് ആണ് പറയുക 10 to 14 days. അത് ഇറ്റ് ക്യാൻ വേരി ഫ്രം 3 to 21 days എന്നാണ് പറയുക. അതായത് 3 മുതൽ 21 ദിവസം വേരി ചെയ്ത് വരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ 7 to 14 days ആയിരിക്കും കാണുക. 10 to 14 days ആണെങ്കിൽ അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 10 to 14 days ഇല്ല,
പകരം 7 to 14 days ആണെങ്കിൽ അത് കറക്റ്റ് ആണ്. അതുകൂടാതെ 3 to 21 വളരെ റെയർലി മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടാറുള്ളൂ. നെക്സ്റ്റ് റിസർവോയർ എന്ന് പറയുക മാൻ ആണ്. കേസസും കാരിയേഴ്സും ഇവിടെ റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ ആണ് എന്ന് കൂടെ ഓർക്കുക. കാരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്ററി കാരിയേഴ്സ് ഉണ്ട്, കൺവലസന്റ് കാരിയേഴ്സ് ഉണ്ട്. യൂഷ്വലി ഇതിലാണ് ടൈഫോയിഡ് ഫീവറിലെ ഇൻക്യുബേറ്ററി കാരിയേഴ്സ് കൂടാതെ കൺവലസന്റ് കാരിയേഴ്സ് ഉണ്ട്. ഇവരാണ് കൂടുതൽ പ്രിവാലന്റ് ആയിട്ട് വരിക ടൈഫോയിഡ് ഫീവറിൽ. കാര്യം എന്താണ്? ദ എക്സ്ക്രീറ്റ് ബാസിലൈ ഫോർ 6 to 8 weeks 6 മുതൽ 8 ആഴ്ച വരെ ഇൻക്യുബേറ്ററി കാരിയേഴ്സ് കൂടാതെ കൺവലസന്റ് കാരിയേഴ്സ് ബാസിലൈ എക്സ്ക്രീറ്റ് ചെയ്യും എന്നാണ് പറയുക. അപ്പൊ എന്താണ് ഈ ഇൻക്യുബേറ്ററി കാരിയേഴ്സ് എന്ന് പറയുക? അതായത് the patient will be able to transmit the disease during the incubation period. അതായത് ഇൻക്യുബേഷൻ പീരീഡിൽ തന്നെ സിംറ്റംസ് സാധാരണ ഉണ്ടാവില്ല. ഇൻക്യുബേഷൻ പീരീഡിൽ തന്നെ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകും. അതിനാണ് നമ്മൾ ഇൻക്യുബേറ്ററി കാരിയേഴ്സ് എന്ന് പറയുക. കൺവലസന്റ് കാരിയേഴ്സ് എന്താണ്? at the end of the disease അല്ലെങ്കിൽ at the end stage of the disease the patient would be able to transmit infection. ഡിസീസ് ഒക്കെ മാറി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു എൻഡിങ് ഫേസിലെ പേഷ്യന്റിന് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിനാണ് നമ്മൾ കൺവലസന്റ് കാരിയർ എന്ന് പറയുക. സോ ഇത് പ്രിവാലന്റ് ആണ് എവിടെ? ടൈഫോയിഡ് ഫീവറിൽ. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്രോണിക് കാരിയർ നമ്മുടെ ടൈഫോയിഡ് ഫീവറിൽ ഉണ്ട് എന്നുള്ളത് ഓർക്കുക. നമ്മൾ ടൈഫോയിഡ് മേരിയുടെ ഒക്കെ കഥ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലെ? സോ ദേ വുഡ് ബി ഏബിൾ ടു എക്സ്ക്രീറ്റ് ബാസിലൈ ഫോർ മോർ ദാൻ 1 year ആഫ്റ്റർ ക്ലിനിക്കൽ അറ്റാക്ക്. അതായത് ക്ലിനിക്കൽ അറ്റാക്ക് വന്നതിന് ശേഷവും അവർക്ക് 1 വർഷത്തിലേറെ അവർക്ക് ഈ ബാസിലെ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് ഓർക്കാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കീ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ടൈഫോയിഡ് ഫീവർ എന്താണ്? This disease is considered as the index of general sanitation. Important ആണ്. Which disease is considered as the index of general sanitation? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ? ടൈഫോയിഡ് ഫീവർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താണ്? ഫീവർ വിത്ത് റിലേറ്റീവ് ബ്രാഡികാർഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് നമ്മൾ എന്താ പറയുക? ഫാജറ്റ് സൈൻ എന്ന് പറയും കേട്ടോ. അതായത് ഫീവർ വിത്ത് റിലേറ്റീവ് ബ്രാഡികാർഡിയ ഇത് ടൈഫോയിഡ് ഫീവറിന്റെ സ്പെസിഫിക് ആയിട്ട് വരുന്ന സിംറ്റം ആണ്. കാരണം എന്താണ്? സാധാരണ ഫീവർ വരുമ്പോൾ നമുക്ക് എന്താ വരിക? ടക്കിക്കാർഡിയ വരികയല്ലേ? അതായത് പറയുന്നത് 1 degree Celsius കേട്ടോ, 1 degree Celsius ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 beats per minute കേട്ടോ, 10 beats per minute നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും എന്നാണ് പറയുക. അപ്പോ സാധാരണ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്ക് ടക്കിക്കാർഡിയ വരിക. പക്ഷെ ഇവിടെ ഈ ടൈഫോയിഡ് ഫീവറിൽ എന്താണ്? റിലേറ്റീവ് ബ്രാഡികാർഡിയ വരിക. അത് നമ്മൾ എന്ത് പറയുന്നു? ഫാജറ്റ് സൈൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് പീസൂപ്പ് ഡയറിയ ടൈഫോയിഡ് ഫീവറിന്റെ ക്ലിനിക്കൽ ഫീച്ചർ ആണ്. കൂടാതെ സ്റ്റെപ്പ് ലാഡർ ഫീവർ. എന്താണ് സ്റ്റെപ്പ് ലാഡർ ഫീവർ? അതായത് ഓരോ പ്രാവശ്യവും നോക്കുമ്പോൾ ഈ ടെമ്പറേച്ചർ സ്റ്റെപ്പ് കയറുന്ന പോലെ കയറി പോകും. കൂടാതെ ഡൈക്രോട്ടിക് പൾസ് കേട്ടോ. ഡൈക്രോട്ടിക് പൾസ് എന്താണ്? ഡൈക്രോട്ടിക് പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റോളിന്റെ ഫേസിലും കൂടാതെ ഡയാസ്റ്റോളിന്റെ ഫേസിലും നമുക്ക് പൾസ് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. അതിനാണ് നമ്മൾ ഡൈക്രോട്ടിക് പൾസ് എന്ന് പറയുക. ഡൈക്രോട്ടിക് പൾസിന്റെ റീസൺ എന്താണ്? റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി എൻഡോടോക്സിൻ റിലീസ് ഉണ്ടാവും. അതായത് ഈ സാൽമോണല്ല ടൈഫി എൻഡോടോക്സിനെ റിലീസ് ചെയ്യുന്നു. അത് കാരണം നമ്മുടെ പെരിഫറൽ വാസോ ഡൈലേഷൻ ഉണ്ടാകും. ഈ എൻഡോടോക്സിൻ പോയിട്ട് ബ്ലഡ് വെസൽ ആക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും? വാസോ ഡൈലേഷൻ ഉണ്ടാകും. സോ ആ വാസോ ഡൈലേഷൻ ഉണ്ടാക്കുന്നതാണ് ആക്ച്വലി ഈ ഡൈക്രോട്ടിക് പൾസ് ഉണ്ടാകാനുള്ള കാരണം. കൂടാതെ ഈ റോസ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി പാർട്ടിലെ പല ഏരിയാസിലും റോസ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ നമുക്ക് ഉണ്ടാകും. എന്താ കാര്യം? അവിടെ ആക്ച്വലി മൈക്രോ ബ്ലീഡിംഗ് ആണ് കാര്യം. കാരണം ഈ എൻഡോടോക്സിൻ കാരണം ഇവിടെ വാസോ ഡൈലേഷൻ ബ്ലഡ് വെസലിനെ ഡൈലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മിനിമൽ ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകും. സോ അതാണ് ഈ റോസ് സ്പോട്ട് ഉണ്ടാകാനുള്ള കാരണം. നെക്സ്റ്റ് കൂടാതെ സ്പ്ലെനോമെഗാലി, then abdominal distension, tenderness. ഇതൊക്കെ ടൈഫോയിഡ് ഫീവറിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. കൂടാതെ പെയേഴ്സ് പാച്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈഫോയിഡ് ഫീവറിൽ കാണുന്നതാണ് പെയേഴ്സ് പാച്ചസ്. കൂടാതെ പെർഫറേഷൻ പെരട്ടനൈറ്റിസ് ഈ ടൈഫോയിഡ് ഫീവറിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഓർത്തോണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എത്തി. ഡയഗ്നോസിസ് എന്താണ്? വൈഡാൽ ടെസ്റ്റ് അറിയാമല്ലോ. അതായത് സ്പെസിഫിക് ടു ടൈഫോയിഡ് ഫീവർ ആണ് വൈഡാൽ ടെസ്റ്റ് എന്താ ചെയ്യുക? ആന്റിബോഡിയെ ഡിറ്റക്ട് ചെയ്യുക. ദെൻ ബ്ലഡ് കൾച്ചർ അല്ലെങ്കിൽ സ്റ്റൂൾ കൾച്ചർ. ഇതാണ് ഡയഗ്നോസിസ് വരിക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് വീക്ക് അല്ലെ? അതായത് 5 days ഫീവറിൽ നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ബ്ലഡ് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി എപ്പോഴാണ് ചെയ്യുക? ഫസ്റ്റ് വീക്കിൽ ചെയ്യുക. ഇതാണ് മെയിൻ സ്റ്റേ ഓഫ് ഡയഗ്നോസിസ് ഓഫ് ടൈഫോയിഡ് ഫീവർ എന്ന് ഓർക്കുക. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്
നെക്സ്റ്റ് എന്തായിരുന്നു? നെക്സ്റ്റ് ആന്റിബോഡീസ് നമ്മൾ വിഡാൽ ടെസ്റ്റിൽ നമ്മൾ ആന്റിബോഡീസ് ആണ് ചെക്ക് ചെയ്യുക. അത് സെക്കൻഡ് വീക്കിലാണ് നമ്മൾ സാധാരണ ഈ വിഡാൽ ടെസ്റ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ, കാരണം ഇവിടെ ആക്ച്വലി ആന്റിബോഡി ഡിറ്റക്ഷൻ വരിക. ആന്റിബോഡി ഡിറ്റക്ഷന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആന്റിബോഡി ഡിറ്റക്ഷൻ ആയ വിഡാൽ ടെസ്റ്റ് നമ്മൾ സെക്കൻഡ് വീക്ക് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. മൂന്നാമതായിട്ട് സ്റ്റൂൾ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി തേർഡ് വീക്കിലാണ്. ഫോർത്ത് വീക്കില് യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. കാരണം ഈ ടൈമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് പേഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ട്രൂ പോസിറ്റീവ് ആയിട്ടുള്ള കേസസിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുക. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ഓർത്തിരിക്കും? വളരെ സിമ്പിൾ ആണ് ഓർത്തിരിക്കാൻ. ബസ്സു എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ബസ്സു അതായത് ഫസ്റ്റ് വീക്കിലാണെങ്കിൽ ബ്ലഡ് കൾച്ചർ ചെയ്യുക, സെക്കൻഡ് വീക്കിലാണെങ്കിൽ ആന്റിബോഡി ടെസ്റ്റ് ആയിട്ടുള്ള വിഡാൽ ടെസ്റ്റ് ചെയ്യുക, തേർഡ് വീക്ക് ആണെങ്കിൽ സ്റ്റൂൾ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യുക, ഫോർത്ത് വീക്കിലാണെങ്കിൽ യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യുക. സോ ഈ രീതിയിൽ ഓർത്തിരിക്കുക. ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ടൈഫോയിഡ് ഫീവറിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. നെക്സ്റ്റ് ചാർക്കോട്സ് ട്രയാഡ്. ഇത് മെഡിക്കൽ സർജിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Charcot's triad does not include which of the following signs? ഈ സയൻസില് Charcot's triad വരാത്ത സിംറ്റം ഏതാണ് എന്നാ ചോദിക്കുക അല്ലെ. സോ ഓപ്ഷൻ എ എന്താണ്? ഫീവർ. ഓപ്ഷൻ ബി പെയിൻ. ഓപ്ഷൻ സി ജോണ്ടിസ്. ഓപ്ഷൻ ഡി ഓൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റസ്. ചാർക്കോട്സ് ട്രയാഡ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഏത് കണ്ടീഷനിലാണ് വരിക. സാധാരണ കൊളാഞ്ചൈറ്റിസ് അല്ലെ. കൊളാഞ്ചൈറ്റിസ് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ബൈൽ ഡക്ട് അല്ലേ. സോ കൊളാഞ്ചൈറ്റിസിന്റെ സിംറ്റം ആയിട്ടാണ് വരിക ഈ ചാർക്കോട്സ് ട്രയാഡ്. അപ്പൊ ഇതിൽ വരാത്ത സൈൻ അല്ലെങ്കിൽ വരാത്ത സിംറ്റം ഏതാണ് എന്നാ ചോദിക്കുക. അപ്പൊ പറയാവോ? അതായത് ചാർക്കോട്സ് ട്രയാഡിൽ വരുന്ന സാധാരണ വരുന്നത് ഫീവർ, കൂടാതെ അബ്ഡോമിനൽ പെയിൻ, അതായത് റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ, കൂടാതെ ജോണ്ടിസ്. ഇത്രയാണ് നമ്മുടെ ചാർക്കോട്സ് ട്രയാഡിൽ വരിക. അപ്പൊ വരാത്തത് ഇതാണ്. ഈ ഓൾട്ടേർഡ് മെന്റൽ സ്റ്റേറ്റസ് ആണ് നമ്മുടെ ചാർക്കോട്സ് ട്രയാഡിൽ വരാത്തത്. അപ്പൊ തന്നെ നമുക്ക് നോക്കാം. ചാർക്കോട്സ് ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈൻ യൂസ് ടു ഡയഗ്നോസ് എന്താണ്? അക്യൂട്ട് കൊളാഞ്ചൈറ്റിസ്. അപ്പൊ ഇതില് എന്തൊക്കെയാ വരിക? ഒന്ന് ഫീവർ വരുന്നുണ്ട്, പനി വരുന്നുണ്ട്, then റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ, ആൻഡ് തേർഡ് വൺ ഈസ് ജോണ്ടിസ്. വി ഹാവ്. അപ്പൊ ഈ 3 സിംറ്റംസ് ആണ് നമ്മുടെ ചാർക്കോട്സ് ട്രയാഡിൽ വരിക എന്ന് ഓർക്കുക. ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 3 C's ആണെന്ന് ഓർത്താൽ മതി. 3 C's എന്തൊക്കെയാണ്? കളർ ചേഞ്ച്, അതായത് ജോണ്ടിസ്, then കോളിക്, അതായത് ബിലിയറി കോളിക്, അല്ലെങ്കിൽ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ, C for chills and fever. സോ ഈ 3 C's ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാർക്കോട്സ് ട്രയാഡ് ഓർക്കാം. ഒരു കാര്യം കൂടി ഉണ്ട്. ചാർക്കോട്സ് ട്രയാഡ് കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഈ കൊളഞ്ചൈറ്റിസിൽ തന്നെ വരുന്ന വേറൊരു പെന്റാഡ് സിംറ്റംസ് ഉണ്ട്. പെന്റാഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സിംറ്റംസ് വരുന്നതാണ്. അതിന് നമ്മൾ എന്താ പറയുക? റെനോഡ്സ് പെന്റാഡ് കേട്ടോ. റെനോഡ്സ് പെന്റാഡ് എന്ന് പറയും. സോ ഇത് ആക്ച്വലി സിവിയർ കൊളഞ്ചൈറ്റിസ്, പേഷ്യന്റിന്റെ സിവിയർ കൊളഞ്ചൈറ്റിസ് ആണ്, അല്ലെങ്കിൽ പേഷ്യന്റ് സെപ്സിസ് ആണ്, ഇങ്ങനെ വരുന്ന കേസിലാണ് ഇത് കാണുക, റെനോഡ്സ് പെന്റാഡ് കാണുക എന്ന് ഓർക്കുക. സോ ചോദിക്കാം, ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സോ റെനോഡ്സ് പെന്റാഡിൽ എന്തുണ്ടാവും? ചാർക്കോട്സ് ട്രയാഡിനോടൊപ്പം തന്നെ സെപ്റ്റിക് ഷോക്കിന്റെ ഫീച്ചേഴ്സ് കൂടെ ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചാർക്കോട്സ് ട്രയാഡിന്റെ 3 സിംറ്റംസ്, ഫീവർ, റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് പെയിൻ, ജോണ്ടിസ്, ഈ 3 കാര്യങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സെപ്റ്റിക് ഷോക്കിന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഓൾട്ടേർഡ് മെന്റേഷൻ, കൂടാതെ ഹൈപ്പോടെൻഷൻ, ഓൾട്ടേർഡ് മെന്റേഷനും കൂടാതെ ഹൈപ്പോടെൻഷൻ, അതായത് സെപ്റ്റിക് ഷോക്കിന്റെ ഫീച്ചേഴ്സും കൂടെ ഈ പേഷ്യൻസ് ഉണ്ടാകും. അതായത് സിവിയർ കൊളഞ്ചൈറ്റിസ് ഉള്ള പേഷ്യന്റ് ഉണ്ടാകുമെന്ന് ഓർക്കുക. അതിനാണ് നമ്മൾ റെനോഡ്സ് പെന്റാഡ് എന്ന് പറയുക എന്നുകൂടി ഓർക്കുക. നെക്സ്റ്റ് ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഇമേജ് ഷോൺ കേട്ടോ. അതായത് നമുക്ക് ഇമേജ് ഇതാണ് നമ്മുടെ ഇമേജ് കണ്ടോ. ഇതാണ് ഇമേജ്. സോ ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് എന്നാ ചോദിച്ചേക്കുന്നത്. ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? സോ ഓപ്ഷൻസ് ആർ, ഫസ്റ്റ് വൺ ഇസ് ഡീവർ റിട്രാക്ടർ, ഓപ്ഷൻ ബി മാസ്റ്റോഡ് റിട്രാക്ടർ, ഓപ്ഷൻ സി ഡോയൽസ് റിട്രാക്ടർ, ഓപ്ഷൻ ഡി മോറിസൺ റിട്രാക്ടർ. ചോദിക്കാവേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഏതാണ് ആക്ച്വലി നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ്? ഇതൊരു റിട്രാക്ടർ ആണ് അല്ലേ. ഇതൊരു റിട്രാക്ടർ ആണ്. ഇതിന് വേറെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. എന്താണ്? ഇത് ആക്ച്വലി സെൽഫ് റീറ്റൈനിങ് റിട്രാക്ടർ ആണ്. നമുക്ക് ആക്ച്വലി ഇതിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചു വെച്ചിട്ടേ, ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഈ ഹുക്ക് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം. സോ ഇത് എന്താണ്? ഒരു സെൽഫ് റീറ്റൈനിങ് ആയിട്ടുള്ള റിട്രാക്ടർ ആണ്. ഏത് ടൈപ്പ് ആണ്? ഇത് ആക്ച്വലി എന്താണ്? കറക്റ്റ് ആൻസർ വരിക എന്താണ്? ഇത് മാസ്റ്റോയിഡ് റിട്രാക്ടർ ആണ് അല്ലെ. മാസ്റ്റോയിഡ് റിട്രാക്ടർ ആണ്. പ്രത്യേകിച്ച് നമുക്ക് മാസ്റ്റോയിഡക്ടമി, അതായത് നമ്മുടെ മാസ്റ്റോയിഡ് കാവിറ്റിയിലെ എയർ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന സർജറി ആണല്ലോ മാസ്റ്റോയിഡക്ടമി. സാധാരണ CSOM-ലൊക്കെ ചെയ്യുക, ക്രോണിക് സപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയയിലൊക്കെ ചെയ്യുക. സോ ആക്ച്വലി ഈ സർജറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
ഇൻസ്ട്രുമെന്റ് ആണ് മാസ്റ്റോയിഡ് റിട്രാക്ടർ. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് പോകാം. ഇത് ആക്ച്വലി എന്താണ് ഡീവർ റിട്രാക്ടർ ചോദിച്ചിരുന്നു. സോ ഇതാണ് നമ്മുടെ ഡീവർ റിട്രാക്ടർ. ഇതാണ് നമ്മുടെ എന്താണ് ഡീവർ റിട്രാക്ടർ. സാധാരണ അബ്ഡോമിനൽ സർജറി കൂടാതെ തൊറാസിക് സർജറിയിലൊക്കെയാണ് ഈ ഡീവർ റിട്രാക്ടർ യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി ഓർക്കുക, ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ഇതാ ഡോയിൻസ് റിട്രാക്ടർ. ഇതാണ് നമ്മുടെ ഡോയിൻസ് റിട്രാക്ടർ. നമ്മൾ സാധാരണ ഗൈനക്കോളജിക്കൽ സർജറീസിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഡോയിൻസ് റിട്രാക്ടർ. അപ്പൊ എന്താണ് യൂസ്ഡ് ഇൻ ഗൈനക്കോളജിക്കൽ കൂടാതെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സർജറീസ് എന്ന് കൂടി ഓർക്കുക. ഡോയിൻസ് റിട്രാക്ടർ. ലാസ്റ്റ് വൺ ഈസ് മോറിസ്. ദിസ് ഈസ് മോറിസ് അല്ല, നമുക്കത് ആക്ച്വലി ഒരു ഡിസ്ട്രാക്ടർ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നത്. ഇത് മോറിസ് റിട്രാക്ടർ ആണ്. കോമൺലി ഹെപ്പറ്റോബിലിയറി സർജറീസിലൊക്കെയാണ് മോറിസ് റിട്രാക്ടർ യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി ഓർക്കുക കേട്ടോ. അപ്പം ആക്ച്വലി ഈ രീതിയിലുള്ള എന്താണ് ക്ലാസ്സസ് ആണ് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ നമ്മൾ നോർസെറ്റ് 8 ഫോക്കസ് ചെയ്തിട്ട് നടത്തുക. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാകും, കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും. പിന്നെ ഇതുപോലെ അതായത് നമ്മുടെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കൂടാതെ ക്രിട്ടിക്കൽ തിങ്കിങ്, കാൽക്കുലേഷൻ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസ്, അതായത് ജനറൽ റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഉണ്ടാവുമല്ലോ. സോ ആ രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ നടക്കുക. അപ്പോൾ ക്ലാസ് നമ്മുടെ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.